വഖഫ് ബോർഡിന് ഏതൊരു ഭൂമിയും ഏറ്റെടുക്കാമെന്ന അധികാരം നൽകിക്കൊണ്ട് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമം ഭേദഗതികളിൽ മാറ്റം വരുത്തി വഖഫ് ബോർഡിന് കടിഞ്ഞാണിട്ട കേന്ദ്ര സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സോഷ്യൽ മീഡിയയിൽ കാസ പുറത്തിറക്കിയ കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. വഖഫ് ബോർഡ് നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്രം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് വഖഫ് ബോർഡിന്റെ അന്യായമായ അധികാരങ്ങൾ കേന്ദ്ര സർക്കാർ നിർത്തലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉയരുന്നത്. കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: വഖഫ് ബോർഡിന് ഏതൊരു ഭൂമിയും ഏറ്റെടുക്കാമെന്ന അധികാരം നൽകിക്കൊണ്ട് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികളിൽ മാറ്റം വരുത്തി വഖഫ് ബോർഡിന് കടിഞ്ഞാണിടാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ രൂപം കൊടുത്ത വഖഫ് ബോർഡിന് നിയമപ്രകാരം തന്നെ ഏത് ഭൂമിയും കൈവശപ്പെടുത്താൻ സാധിക്കുന്നതായിരുന്നു. അത് ക്രിസ്ത്യൻ പള്ളിയുടേതായിരുന്നാലും ഹിന്ദു അമ്പലത്തിൻ്റെതായാലും വ്യക്തികളുടേതായാലും ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയാലും വഖഫ് ബോർഡ് ആ സ്ഥലത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചാൽ അവസാനം ആ വസ്തു വഖഫിൻ്റെതായി തന്നെ മാറുമെന്നതിന് അനവധി തെളിവുകളാണ് ഈ ഭാരതത്തിലുള്ളത്. ഇത്തരം ഭൂമികളിൽ വഖഫ് ബോർഡിന് അവകാശവാദം ഉന്നയിച്ചാൽ അതോടെ ആ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നതും പോക്കുവരവുകൾ നടത്തുന്നതും കൈമാറ്റം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള എന്തും വഖഫ് ബോർഡിന് തടയുവാൻ കഴിയും. 1995 വഖഫ് ബോർഡ് ആക്ട് സെക്ഷൻ 36-40 പ്രകാരം മുസ്ലിങ്ങൾ സമൂഹത്തിൽ അത്തരമൊരു മേൽക്കൈ നിയമപ്രകാരം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. മറ്റ് സമൂഹങ്ങളെ നിസ്സഹായരാക്കിക്കൊണ്ട് ഈ നിയമങ്ങൾ പ്രകാരം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി 10,000-കണക്കിന് നോട്ടിഫിക്കേഷനുകളിലൂടെയും ഡിക്ലറേഷനുകളിലൂടെയും വഖഫ് ബോർഡ് ഈ ഭാരതത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ മിലിറ്ററിയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂമി ഉടമകളാണ് വഖഫ് ബോർഡ്. വഖഫ് എന്നാൽ ഒരു വിശ്വാസി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന് കൊടുക്കുന്ന ഭൂമി എന്നതാണ് അർത്ഥമാക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഭാരതത്തിൽ ഇതിന്റെ രീതി വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ വഖഫ് ബോർഡിന് ഏതെങ്കിലും ഭൂമി വഖഫ് ബോർഡിന് ഏത് ഭൂമിയും സ്വന്തം പ്രോപ്പർട്ടിയാണ് എന്നും വെറും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്മേൽ അവകാശം സ്വന്തമായി ഉന്നയിക്കാം. അതായത് ഇന്ന് ക്രിസ്ത്യൻ പള്ളിയോ അമ്പലമോ വ്യക്തികളുടെയോ ആയിട്ടുള്ള ഒരു ഭൂമി ഒരു 100 വർഷം മുൻപ് ഇസ്ലാമുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നോ ഏതെങ്കിലും വ്യക്തി മുസ്ലിം സമുദായത്തിന് ദാനമായി തന്നിരുന്നതാണ് എന്നോ വഖഫ് ബോർഡിന് വേണമെങ്കിൽ അവകാശവാദം ഉന്നയിക്കാം. അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അവകാശവാദം മാറ്റിയെടുക്കാനായി പരാതിയുമായി ആ ഭൂ ഉടമ സാധാരണ കോടതിയിലേക്കല്ല പോകേണ്ടത്, മറിച്ച് വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിലേക്കാണ്. അതായത് പുള്ളിമാൻ ചെന്നായിക്കെതിരെ പരാതി പറയാൻ കഴുതപ്പുലിയുടെ മുന്നിലേക്ക് ചെല്ലുന്ന അവസ്ഥ. കോടതിയുടെ അധികാര സീമകൾക്ക് മേലെയാണ് വഖഫ് പ്രോപ്പർട്ടിയുടെ സ്റ്റാറ്റസ് എന്ന് പറയാൻ കാരണം വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണൽ ആണ് എന്നതുകൊണ്ട് തന്നെയാണ്. കോടതിക്ക് അതിൽ ഇടപെടാൻ അധികാരമില്ല. അങ്ങനെ ആ ഭൂമി സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് വഖഫ് നിയമപ്രകാരം എന്നേക്കുമായി ആ ഭൂമി വഖഫ് പ്രോപ്പർട്ടിയായി തന്നെ മാറുന്നു. പിന്നീട് അതിൽ ഗവൺമെന്റിനോ കോടതിക്കോ അവകാശമില്ല. അതോടൊപ്പം തന്നെ ഒരു പാർട്ടി സമുച്ചയത്തിലെ ഒരു വീടോ ഫ്ളാറ്റോ ഒരു വിശ്വാസി വഖഫ് ബോർഡിന് കൊടുത്താൽ അവിടെ ഒരു മുസ്ലിം പള്ളി വരുന്നതിൽ നിന്ന് ആർക്കും തടയാൻ പറ്റില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ബാംഗ്ലൂരിലെ ഈദ്ഗാഹ് മൈതാനം ഒരു കാലത്തും ഒരു മുസ്ലിമിന്റെ പേരിലായിരുന്നില്ല. പക്ഷേ വഖഫ് ബോർഡ് അത് വഖഫ് പ്രോപ്പർട്ടിയായി പിടിച്ചെടുത്തു. അതുപോലെ സൂറത്തിലെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് പണ്ട് അതുണ്ടായിരുന്ന കാലത്ത് ഹജ്ജ് ഓഫീസ് ഉണ്ടായിരുന്നു എന്ന കാരണം പറഞ്ഞ് വഖഫ് സ്വത്തായി ഡിക്ലെയർ ചെയ്തു. എല്ലായിടത്തും മുത്താവല്ലി എന്ന മേൽനോട്ടക്കാരനെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഗുജറാത്തിൽ പണ്ട് കടലെടുത്ത ദ്വാരക ഉണ്ടായിരുന്ന ഭാഗത്തെ 2 ദ്വീപുകൾക്ക് മേലെ പോലും ഇവർ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. മാരിയറ്റ് ഹോട്ടലിന് മേൽ ഉന്നയിച്ച വഖഫ് ബോർഡിന്റെ അവകാശത്തെ ഹൈക്കോടതി തള്ളിയത് ഈയിടെയായിരുന്നു. എറണാകുളം മുനമ്പത്ത് 600 കുടുംബങ്ങളും വേളാങ്കണ്ണി മാത എന്ന ക്രിസ്ത്യൻ പള്ളിയും ഉൾപ്പെടുന്ന പ്രദേശത്തിന് മേൽ വഖഫ് ബോർഡിന് നിലവിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നതിനാൽ ആ പാവങ്ങൾക്ക് കരം അടയ്ക്കുവാനോ ഭൂമി കൈമാറ്റം ചെയ്യുവാനോ ബാങ്കിൽ ലോൺ അടയ്ക്കാനോ അതുപോലെയുള്ള കാര്യങ്ങൾക്കായി ശ്രമിക്കാനോ കഴിയാത്ത സംഭവം നിലവിൽ വിവാദമായി നിൽക്കുകയാണ്. 1913 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് ഈ പരിപാടി തുടങ്ങുന്നത്. 1954 നെഹ്റു ഗവൺമെന്റ് പാസാക്കിയ പുതിയ അനുകൂല വഖഫ് നിയമങ്ങളുടെ ചുവട് പിടിച്ച് 1964 സെൻട്രൽ വഖഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിച്ചതോടുകൂടി വഖഫ് ബോർഡ് എന്ന മുതലാളിത്തത്തിന് കേന്ദ്രീകൃത രൂപം കൈവന്നു. തുടർന്ന് 1995 നരസിംഹറാവു ഗവൺമെന്റ് പാസാക്കിയ വഖഫ് നിയമത്തോടെയാണ് വഖഫ് ട്രൈബ്യൂണൽ സിവിൽ കോടതിക്ക് തുല്യമോ ഒരു പടി മേലെ
മേഖലയോ ആയി മാറിയത്. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം ഒന്നുകൊണ്ട് മാത്രമാണ് ആർക്കും ചോദിക്കുവാനോ തടയുവാനോ സാധിക്കാത്ത ഒരു വലിയ ഏകാധിപതികളായി വഖഫ് ബോർഡിനെ മാറ്റിയത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഭേദഗതികൾ വഖഫ് ബോർഡിന്റെ അന്യായങ്ങൾക്ക് അവസാനമാകുമെന്ന് കരുതാം. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.